പള്ളിത്തർക്കത്തിൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന യാക്കോബായ സഭയുടെ നിലപാട് സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. ആത്മാർത്ഥതയോടെയാണ് പറഞ്ഞതെങ്കിൽ മലങ്കരയിൽ സമാധാനം ഉണ്ടാകുമെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. ഷിനോജ് വിവരങ്ങളുമായിട്ട്. ഷിനോജ്, ഏറെ കാലമായി ഇതിങ്ങനെ പരസ്പരം രണ്ട് ഭാഗത്തുനിന്നും പ്രതികരണങ്ങളുണ്ട്. രമ്യതയിൽ പോകുമെന്ന പ്രതീതി ഉണ്ടാകുന്നു, വീണ്ടും പ്രശ്നമാകുന്നു. ഇതൊരു ആത്മാർത്ഥതയോടുള്ള സമീപനം രണ്ട് ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. ദിനീഷ്, കഴിഞ്ഞ ദിവസമാണ് യാക്കോബായ സഭ ഇത്തരത്തിലൊരു ഈ ചർച്ചകൾക്ക്, ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന ഒരു നിലപാട് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സഭയുടെ യാക്കോബായ സഭയുടെ നിലപാടുകളിൽ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നിരിക്കുന്നത്. എത്ര കാലങ്ങളായി ഓർത്തഡോക്സ് സഭ ഇക്കാര്യം ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോഴത്തെ വാർത്താക്കുറിപ്പിൽ ഉള്ളത്. അതേസമയത്ത് തന്നെ യാക്കോബായ സഭയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുമ്പോഴും സുപ്രീം കോടതി വിധി അത് അംഗീകരിക്കാൻ തയ്യാറാകണം എന്ന് കൂടി ഓർത്തഡോക്സ് സഭ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മലങ്കര സഭയെ കേസുകളിലേക്ക് വലിച്ചിട്ടത് യാക്കോബായ സഭയാണ് എന്നൊരു വിമർശനം കൂടി ഈ വാർത്താക്കുറിപ്പിൽ സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്യത്തെ നിയമത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും സഭ പറയുന്നു. മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ നിലവിൽ യാക്കോബായ സഭ കയ്യേറിയിരിക്കുന്ന മറ്റ് പള്ളികൾ കൂടി തിരിച്ചു തരണമെന്നും ഈ വാർത്താക്കുറിപ്പിലൂടെ ഓർത്തഡോക്സ് സഭ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനമായി സഭ പറയുന്നത്, ആരോട് ക്ഷമിച്ചാലും ദേവലോകത്തെ കാതോലിക്കയോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞ നാവിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ഈ സമാധാനത്തിന്റെ സ്വരം ഉയർന്നത് നന്നായി എന്നും ഈ ഓർത്തഡോക്സ് സഭ കൂട്ടിച്ചേർക്കുന്നു. അത് സമയത്ത് തന്നെ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് പോലും ഈ നിലപാടുകളെ, ചർച്ചയുമായി ബന്ധപ്പെട്ട നിലപാടുകളെ സ്വാഗതം ചെയ്യുകയാണ് ഓർത്തഡോക്സ് സഭ. ശരി. ഷിനോജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. പലപ്പോഴും ആരാധനാലയങ്ങളിൽ അരുതാത്ത രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കൊക്കെ ഈ തർക്കം പോകാറുമുണ്ട്.